ഹലോ എക്സാമിനർ +2 ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മൾ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇതിന് മുൻപിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് കാണാം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കായ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈനുകൾ ആ ലൈനല്ല, ലൈൻ, വര. ഓക്കെ, ആ വരകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ബൈ ദ വേ, നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ +2 ഇയർ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് ബാച്ച് വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണ് തീർച്ചയായും ജോയിൻ ചെയ്യുക. കാരണം കംപ്ലീറ്റ് കണ്ടന്റ് അവിടെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ കംപ്ലീറ്റ് കണ്ടന്റ് ഉപയോഗിച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് ഒരു 95% മുകളിൽ എയിം ചെയ്യുന്നവർക്ക് അതിൽ മുകളിൽ എത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി 19 കുട്ടികളാണ് എക്സാമിനറിൻ്റെ +1 അഗ്നി ബാച്ചിൽ നിന്ന് 520 വാങ്ങിച്ചത്. പിന്നെ ഫുൾ A+ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു നമ്പറാണ്. അത് കഴിഞ്ഞ ലൈവിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബാച്ചിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പഠിച്ചാൽ ആ ലെവലിലേക്ക് എത്താൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത് +2ലും അതേ കാര്യം ബാധകമായിരിക്കും. കാരണം അതേ ഫാക്കൽറ്റി, അതേ സിസ്റ്റം, ഈവൻ ബെറ്റർ കണ്ടന്റുമായിട്ടാണ് നിങ്ങളുടെ +2 ഇയർ ബാച്ചിലേക്ക് വരുന്നത്. സോ ബാച്ചിൽ ജോയിൻ ചെയ്ത് സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മക്കളെ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫീസ് ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽ എല്ലാ സബ്ജക്റ്റും കൂടി ചേർത്തിട്ട് 6000 rupees ഉള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് കണ്ടന്റ്, PYQs, എക്സ്ട്രാ ക്വസ്റ്റൻസ്, കംപ്ലീറ്റ് ലേണിംഗ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ടോപ്പിക് വൈസ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം കാണാം. സ്കൂൾ തുടങ്ങിയാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ എന്തേ സ്കൂളിൽ മനസ്സിലാവുന്ന ടോപ്പിക്ക് മാത്രമായിട്ട് നിങ്ങൾ കാണണം, അങ്ങനെ കണ്ടോളൂ. ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടോളൂ. കൃത്യമായ ടൈം ടേബിൾ പ്രകാരം ലൈവ് ക്ലാസ് ഇൻക്ലൂഡിംഗ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും നടക്കും. എക്സാംസ്, എല്ലാ പരിപാടി ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ വരകളാണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലോജിക്ക്? മക്കളെ ഇത്രയേ ഉള്ളൂ. ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. നമുക്കറിയാം, ഈ പോസിറ്റീവ് ചാർജിൻ്റെ ചുറ്റും, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഒരു ചാർജ്, പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ഒരു ചാർജ് കൊണ്ട്, ഫോർ എക്സാമ്പിൾ ചെറിയ പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതായത് ബേസിക്കലി ഇവൻ അവനോട് പറയും, പോസിറ്റീവ് ആയിട്ട് റിപ്പൽഷൻ അടിക്കും. അങ്ങോട്ട് നീ തിരിച്ചു പോടാന്ന് പറയും. അതുപോലെ ഇവിടെ ഞാനൊരു വേറെ പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ചാൽ ഇവൻ പറയും നീ അങ്ങോട്ട് പോടാന്ന് പറയും. ഇവിടെ കൊണ്ട് വെച്ചാൽ ഇങ്ങോട്ട് പോടാൻ പറയും. ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് പോടാൻ പറയും. അപ്പം ഈ ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും എനിക്കറിയാം, ഞാൻ എന്ത് വേറെ ചാർജ് കൊണ്ട് വെച്ചാലും ഇവൻ എന്ത് ചെയ്യും, അവനൊന്നെങ്കിൽ റിപ്പൽ ചെയ്യും, അല്ല അട്രാക്ട് ചെയ്യും. ബേസിക്കലി ഒരു ഫോഴ്സ് കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് പറഞ്ഞുകൂടെ, ഇവൻ്റെ ചുറ്റും ഒരു ഫോഴ്സ് ഫീൽഡ് ഉണ്ടെന്ന്. ഒരു ഫോഴ്സിൻ്റെ ഫീൽഡ് ഉണ്ട്. അതായത് ആ ഫീൽഡിൽ ഞാൻ ആരെ കൊണ്ട് വെച്ചാലും, ഏത് ചാർജ്ഡ് ഒബ്ജക്റ്റിനെ കൊണ്ട് വെച്ചാലും ഇവൻ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കും. ഒന്നെങ്കിൽ റിപ്പൽ ചെയ്യും, അല്ല അട്രാക്ട് ചെയ്യും. നെഗറ്റീവ് ചാർജാണ് എന്ത് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് കൊണ്ട് വെച്ചാൽ നീ ഇങ്ങോട്ട് വരാൻ പറയും. പക്ഷെ ഇങ്ങോട്ടേലും വരാൻ പറയൂലോ, ഫോഴ്സ് കൊടുക്കുമല്ലോ. യെസ്. അപ്പം ഞാൻ പറയും, ഈ ഒരു ചാർജിൻ്റെ അല്ലെ ഏത് ചാർജിൻ്റെ ചുറ്റും എന്തുണ്ടെന്ന് പറയും, ഒരു ഫോഴ്സിൻ്റെ ഫീൽഡ് ഉണ്ടെന്ന് പറയും. ഒരു ഫീൽഡ് ഉണ്ടെന്ന്. ആ ഫോഴ്സ് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചത്. ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചത്. അതൊരു വാല്യൂ അടക്കം നമുക്ക് കൊടുക്കാൻ പറ്റി. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു? അതായത് ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ ഒരു ചാർജ്, ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. എത്രയാണോ ചാർജ് എക്സ്പീരിയൻസ് ഫോഴ്സ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ നിങ്ങൾക്ക് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കിട്ടും ഇൻ N/Coulomb. ഇപ്പോൾ വാല്യൂവിൻ്റെ കാര്യവും അതിൻ്റെ ഫോർമുലയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമുക്ക് തൽക്കാലം വാല്യൂയുടെ കാര്യമൊക്കെ വിട്, അതിൻ്റെ ഇക്വേഷൻ കാര്യമൊക്കെ വിട്, അതിൻ്റെ കോൺസെപ്റ്റിലേക്ക് വരാം. ഒരു ഫീൽഡ് ഉണ്ടല്ലോ, ഫീൽഡ് ആക്ച്വലി ഉള്ള ഫീൽഡാണോ? അതായത് എൻ്റെ ചോദ്യം, ഒരു ചാർജ് ഉണ്ട്, അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണോ ഇലക്ട്രോണോ ഒക്കെ ചാർജ് ഉണ്ട്, അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, പാർട്ടിക്കിളാണ്. ഓക്കെ, അതിൻ്റെ ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ സാർ അതെങ്ങനെയാണ് ശരിയാവുക? അത് നമുക്ക് കാണാൻ പറ്റില്ല. വെരിഫൈബിൾ ആണോ? കാണാൻ പറ്റില്ല. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റില്ല, ഉറപ്പാണ്. ഓക്കെ, ശരി. പക്ഷേ അത് ശരിക്കും ഉള്ളതാണോ? അല്ലെ നമ്മളിങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഉണ്ടാക്കിയ ഒരു ഐഡിയ ആണോ? യൂസ്ഫുൾ ആയതുകൊണ്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഉണ്ടാക്കിയ ഐഡിയ ആണോ? ആൻസർ എന്താണ്? അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസർ ഇത് റിയാലിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇമാജിനേഷൻ അല്ല, തോന്നലല്ല. അല്ലെ മാത്തമാറ്റിക്കലി നമുക്ക് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ആബ്സ്ട്രാക്ട് കോൺസെപ്റ്റും അല്ല, ആക്ച്വലി ഫിസിക്കലി ഉള്ള സാധനമാണ്. കാണാൻ പറ്റില്ല. ഓക്കെ, കാണാൻ പല കാര്യങ്ങളും കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ വിസിബിൾ ലൈറ്റ്, റെഡ്, ഓറഞ്ച് എന്ന മറ്റേ സാധനമല്ലേ വിബ്ജിയോ, അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതല്ലാത്ത ലൈറ്റുകളുണ്ട്. UV ലൈറ്റ്, അത് ലൈറ്റാണ്. എക്സ്റേ ലൈറ്റാണ്, ലൈറ്റ് കാണാൻ പറ്റുമില്ല. ഗാമാ റേസ് കാണാൻ പറ്റില്ല. ഇൻഫ്രാറെഡ് റേസ് കാണാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ഇല്ല എന്നാണോ? അല്ല, ഉണ്ട്. അപ്പോൾ അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഉള്ള സാധനം തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വലി ഉണ്ട്, പക്ഷേ കാണാൻ പറ്റില്ല. എന്നാൽ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യണ്ടേ? എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്? ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്? ഒരു ചാർജിന് ചുറ്റും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതിന് ഷേപ്പ്, ഒരു ഫീൽഡിന് ഷേപ്പ് ഉണ്ടാവില്ല. എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെയൊന്നുമല്ല,
നമ്മൾ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാനല്ല കണ്ടുപിടിച്ചത്, നിങ്ങളുമല്ല കണ്ടുപിടിച്ചത്. പണ്ട് മുതലേ ഫാരഡേ അങ്ങനത്തെ കുറച്ച് പേരുടെ മൾട്ടിപ്പിൾ ആൾക്കാരുടെ കോൺട്രിബ്യൂഷനാണ്. ഫാരഡേ ഒക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ മൈക്കിൾ ഫാരഡേ പറഞ്ഞത്രേ ഉള്ളൂ. ഈ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ചുറ്റുള്ള ഇലക്ട്രിക് ഫീൽഡിലെ ലൈൻസ് എങ്ങനെയായിരിക്കും അറിയോ? സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. എങ്ങനെയായിരിക്കും മക്കളെ? സ്ട്രെയിറ്റ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ നമ്മൾ കാണിക്കാൻ നോക്കുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അത് ഫിസിക്കൽ റിയാലിറ്റിയാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കുറേ ലൈനുകൾ ഉപയോഗിച്ചു. ഈ ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? ഈ ടോപ്പിക്കിൻ്റെ ചാപ്റ്റർ, ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്കിൻ്റെ പേരെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആക്ച്വൽ റിയാലിറ്റി ആണോ? അത് പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ചാൽ ആക്ച്വലി ലൈനുകൾ ഉണ്ടാവുമോ? നമുക്ക് കാണാൻ പറ്റാത്ത ലൈനുകൾ ഉണ്ടാവുമോ? ഇല്ല. ഇലക്ട്രിക് ഫീൽഡേ ഉണ്ടാവുള്ളൂ. ലൈൻസ് ജസ്റ്റ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡിന് ജസ്റ്റ് ഒരു സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും ഷേപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ആക്ച്വലി ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും ഇങ്ങനെ ലൈനുകളൊന്നുമില്ല. നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഐഡിയ അവൻ തരുന്നത്? ഇത്ര തരുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ലൈൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയോ? ഈ പോസിറ്റീവ് ചാർജ് കാരണം ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ചു. നിങ്ങൾ പറ, ഈ ലൈനൊന്നും ഇല്ല എന്ന് തന്നെ വിചാരിക്കും. നിങ്ങൾ പറ, നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ പറ, ഇവൻ കാരണം ഇവൻ എങ്ങോട്ടാണ് പോവുക? ഇവൻ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യപ്പെടും. ഇവിടെ ഞാൻ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ചു. അവൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇവിടെ കൊണ്ടുവച്ചു, ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അതായത് ബേസിക്കലി ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻസിൻ്റെ എലോങ് ആണ് ഒരു പോസിറ്റീവ് ചാർജ് പോവുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇത്രേ പറയുള്ളൂ. ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഓട്ടോ, അതിന് ചുറ്റും കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചാൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താ കാണിക്കുക? ബേസിക്കലി ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ പോവുക അങ്ങോട്ടേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ടാവുക. പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് പോവുക? അങ്ങോട്ടാണ് പോവുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് ചാർജ് ഇവിടുന്ന് എങ്ങോട്ടാണ് പോവുക? ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡും അങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ എന്താ കാണിക്കുന്നത്? ബേസിക്കലി ഒരു പോസിറ്റീവ് ചാർജിന് അവിടെ കൊണ്ടുവച്ചാൽ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് പോവുക? അങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഇത്രയുള്ള പരിപാടി, ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇനി ഇത് ആക്ച്വൽ റിയാലിറ്റി അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? ഞാനിപ്പോൾ എത്ര ലൈൻസ് കാണിച്ചു ഈ പോസിറ്റീവ് ചാർജിന് ചുറ്റും? 1 2 3 4 5 6 7 8 വല്ലതും കാണിച്ചിട്ടുണ്ടോ? ശരിക്കും 8 ഉള്ളോ? അല്ല, എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ലൈൻസും കാണിക്കാം. അപ്പോൾ ഞാൻ ഒരു 12 കാണിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ? അല്ല, അതിൻ്റെ ഇടയിലും കുറേ ലൈൻസ് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ഔട്ട് സ്പേസ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നാണോ? അല്ല, മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്ര ലൈൻസ് കാണിക്കണം? ഇൻഫിനിറ്റ് ലൈൻസ് കാണിക്കണം. ഇൻഫിനിറ്റ് ലൈൻസ് കാണിച്ചാൽ ഓക്കെയാണ്, പക്ഷെ ഇൻഫിനിറ്റ് ലൈൻസ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ആക്ച്വൽ റിയാലിറ്റി ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്താണ് എൻ്റെ സിംപ്ലിസിറ്റിക്ക് ഉപയോഗിച്ചെന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്താണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നൊന്നല്ല. ഈ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓവറോൾ ഷേപ്പ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ആയിരിക്കും എന്ന് കാണിക്കാനേ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വെച്ച് പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ എണ്ണത്തിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ ഇതേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ എനിക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോൾ 8 ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 6 വെച്ച് കാണിക്കാം, 12 ഉപയോഗിച്ച് കാണിക്കാം. പക്ഷേ ഓവറോൾ ഷേപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഞാൻ സിമെട്രിക് ആയിട്ട് കൂട്ടണം. അതായത് ഞാൻ ഇവിടെ മാത്രം 10 ഇങ്ങനെ വരച്ച് വെക്കാൻ പറ്റില്ല. എനിക്ക് ഇതിനിടയിൽ കൂടെ ഇങ്ങനെ 10 വെക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഒരെണ്ണം വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരെണ്ണം വെക്കണം. സിമെട്രിക് ആയിരിക്കണം. ഓക്കെ, ഈ ഷേപ്പും അതിൻ്റെ ബേസിക് നേച്ചറും ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എനിക്ക് വരയ്ക്കാം. പക്ഷേ നിങ്ങൾ എത്ര വരച്ചാലും എത്ര വരച്ചില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആക്ച്വൽ റിയാലിറ്റി അല്ല, ഇലക്ട്രിക് ഫീൽഡാണ് റിയാലിറ്റി. ഇത് മനസ്സിലാക്കിയല്ലോ? റെഡി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി. ഈ കോൺസെപ്റ്റും പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്കിനി പരീക്ഷയ്ക്ക് വേണ്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. അതിൽ ഫസ്റ്റ് കാര്യം എക്സാമിന് ചോദിക്കും, വാട്ട് ആർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? അപ്പോൾ എഴുതി വെക്കണം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് വിച്ച് റെപ്രസെൻറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വൽ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റീനെ കാണിക്കാൻ വേണ്ടിയുള്ള ഇമാജിനറി ലൈൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അത് റെഡിയാണല്ലോ? ശരി. ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഓരോ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാം. കാരണം എക്സാമിന് പറയും 4 പ്രോപ്പർട്ടി എഴുതാൻ. അപ്പോൾ 4 പ്രോപ്പർട്ടി അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന 7 പ്രോപ്പർട്ടിയാണ്. അതിൽ ഏതെങ്കിലും 4 നിങ്ങൾ എഴുതി വെച്ചോ. ഞാനും പറഞ്ഞുതരാം ഏറ്റവും ഈസി ആയിട്ടുള്ള 4 ഏതാണെന്ന്. പക്ഷേ എല്ലാ പ്രോപ്പർട്ടിയും പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഓരോ പ്രോപ്പർട്ടി പഠിക്കാം.
ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. എപ്പോഴും പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്യും, എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഫിനിറ്റി വരെ പോവാണ്. എവിടെ വരെ പോകും? ഇൻഫിനിറ്റി വരെ പോകും. എനിക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇൻഫിനിറ്റി വരെ എനിക്ക് വരയ്ക്കാം. എന്നാൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ആലോചിച്ച് നോക്കി, നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എങ്ങനെ കിട്ടുക? ഒന്നുമില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ട് വെക്കുക. ആ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണ് പോവുക? നെഗറ്റീവ് ചാർജ് പറയും ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്തായിരിക്കും? അവിടെ നേരെ ഇങ്ങോട്ടായിരിക്കും. അതേപോലെ ഇവിടെ വെച്ചാലും ഇങ്ങോട്ട് വരാൻ പറയും, ഇവിടെ വെച്ചാലും ഇങ്ങോട്ട് വരാൻ പറയും, ഇവിടെ വെച്ചാലും ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ ഇവിടെ പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇപ്പം പറയും നീ ഇങ്ങോട്ട് വരാൻ പറയും, ഫോഴ്സ് ഇങ്ങോട്ടല്ല കൊടുക്കുക. അപ്പോൾ ഇവിടെ വെച്ചാലും ഇങ്ങോട്ടാണ് കൊടുക്കുക, ഇവിടെ വെച്ചാലും ഇങ്ങോട്ട് കൊടുക്കുക. പോസിറ്റീവ് ചാർജാണ് വെക്കുന്നത്. അപ്പോൾ മൊത്തം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെയായിരിക്കും. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻസ് ആണ്. നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ സ്ട്രേറ്റ് ലൈൻസ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് ടുവേർഡ്സ് ദി ചാർജ് ആയിരിക്കും. പോസിറ്റീവ് ചാർജിൻ്റെ എവേ ഫ്രം ദി ചാർജും, നെഗറ്റീവ് ചാർജിൻ്റെ ടുവേർഡ്സ് ചാർജ്. എഴുതി വെച്ചു, നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. ഓക്കെ. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ചാർജിന് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും. അങ്ങനെയാണ് സാർ ഞാനൊരു പോസിറ്റീവ് ചാർജ് രണ്ടും കൂടി വെച്ചാലോ, രണ്ടും അടുപ്പിച്ച് വെച്ചാലോ? അപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും. ഇങ്ങനെയായിരിക്കും ആരോസ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ. ഇനി എല്ലാം നെഗറ്റീവ് ചാർജ് എത്തണമെന്നില്ല. ചിലതെന്താണ് ദൂരേക്ക് പോകും, കാരണം ചിലത് നെഗറ്റീവിൽ എത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇത് നെഗറ്റീവിൽ എത്തുമോ? എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആയിരിക്കും എപ്പോഴും. പക്ഷേ നെഗറ്റീവ് ഇങ്ങനെ പോയി എത്തില്ല, നേരെയുള്ള ലൈനില്ലേ. അപ്പോൾ അത് എവിടേക്ക് പോവുക? ഇവനൊക്കെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തുമായിരിക്കും. വേറെ ഇത് ഇങ്ങനെ ഇങ്ങനെ എത്തും. ഓക്കെ. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവ് ചാർജ് എൻഡ് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. വായിച്ചു നോക്കിയേ ഒന്നുകൂടി. വായിച്ചു നോക്കിയേ. ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജസ്. ഇനി നെഗറ്റീവ് പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലോ അത് പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റിയിലെത്തും, നെഗറ്റീവിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് വരും. ഈ ലൈൻ എവിടുന്നാണ് വരുന്നത്? എവിടുന്നോ ദൂരം നിന്ന്, എവിടുന്നോ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈനാണ്. ഓക്കെ. അപ്പോൾ അതും കൂടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പഠിച്ചു നോക്കണം കേട്ടോ. ഇഫ് ദർ ഇസ് എ സിംഗിൾ ചാർജ് ദേ മേ സ്റ്റാർട്ട് ഓർ എൻഡ് അറ്റ് ഇൻഫിനിറ്റി. അതിൻ്റെ അർത്ഥം എന്താണ്? സിംഗിൾ ചാർജ് എന്ന് അവർ പറയുന്നത് സിംഗിൾ ചാർജിൻ്റെ കോൺടാക്റ്റിൽ മനസ്സിലാക്കാം. ഇപ്പോൾ സിംഗിൾ ചാർജ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജിലേക്ക് എത്താനില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്യും, ഇൻഫിനിറ്റിയിലെത്തും. ഇവിടെയും സിംഗിൾ ചാർജേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എത്താനില്ല, ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എത്തും. ഈ ലൈൻസ് ഒക്കെ എവിടുന്ന വരുന്നത്? പോസിറ്റീവ് ചാർജ് ആണോ? അല്ല, ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ഇൻഫിനിറ്റി മുതൽ ലൈൻസ് വരുന്നുണ്ട്. ഇവിടെയും ഒരു സ്പെഷ്യൽ കേസിൽ നിങ്ങൾക്ക് ആ നോക്കിയാൽ കാണാം, രണ്ട് പേരുള്ളപ്പോഴും നോക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഈ ലൈൻ എവിടെ നിന്നാണ് വരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്നാണ് വരുന്നത്. പുറത്ത് വെക്കുക. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സെറ്റ്. അത് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ടു ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഇന്റർസെക്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഞാൻ ഇങ്ങനെ വരച്ചു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ. ഇതുണ്ടെന്നാ കുഴപ്പം? ഇതെന്താ പ്രശ്നം? രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്നു. പക്ഷേ എന്താ കുഴപ്പം? എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്താ പറഞ്ഞു തരുന്നത്? ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇവിടെ ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ആ പോസിറ്റീവ് ചാർജ് വെച്ചാൽ ജസ്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജ് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എങ്ങോട്ടാണ്? അങ്ങോട്ട് പോകും. അപ്പം നിങ്ങൾ ആലോചിച്ചു, ഇവിടെ പ്രശ്നമില്ലേ? കാരണം ഇവിടെ കൊണ്ടുവച്ചാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പറയുന്നത് പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് പോകും, ഓക്കെയാണ്. ഇവിടെ കൊണ്ടുവച്ചാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പറയുന്നത് പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് പോകും, അതും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ കൊണ്ടുവച്ചാലോ? ഇവിടെ കൊണ്ടുപോയി ഒരു പോസിറ്റീവ് ചാർജ്, ഈ ലൈൻ പറയുന്ന ആ പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് പോകുന്നു, ഈ ലൈൻ പറയുന്ന ആ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ പോസിറ്റീവ് ചാർജ് രണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ദിസ് ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഒരു പോയിന്റിൽ ഒരൊറ്റ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ ഇന്റർസെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പ്രോപ്പർട്ടി എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ടു ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കണം, ഇഫ് ദേ ഡിഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിൽ ഹാവ് ടു ഡയറക്ഷൻസ് വിച്ച് ഇസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഇന്റർസെക്ട് ചെയ്താൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഒരാൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും അങ്ങോട്ട്, മറ്റാൾ വേറെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും ഇങ്ങോട്ട്, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. ദിസ് ഇസ് നോട്ട് പോസിബിൾ. ക്ലിയർ ആണ്? ഒരു പോയിന്റ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. കാരണം ഒരു പോയിന്റിൽ ഒരു പോസിറ്റീവ് ചാർജ് ഒരു ഡയറക്ഷനിലല്ലേ പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്? സാർ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് നിങ്ങൾ പറയും. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡോ അങ്ങോട്ടേക്കാണ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്കാണ്, ഇവിടെയും അങ്ങോട്ടേക്കാണ്, ഇവിടെയും അങ്ങോട്ടേക്കാണ്. സിമ്പിൾ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എലോങ് ദി ലൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡോ ഇങ്ങോട്ടേക്കാണ്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡോ ഇങ്ങോട്ടേക്ക്. ആരോസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ബൈ ദ വേ ടുവേർഡ്സ് ചാർജ് ആണ്, നെഗറ്റീവ് ചാർജ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ
ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് ആ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു കർവിലാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരുന്നതെങ്കിൽ ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക ഒന്നുമില്ല, അവിടെ ടാൻജൻറ്റ് വരിക. ഇതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ സാർ ഇവിടുത്തെയോ ടാൻജൻറ്റ് വരിക, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഉരസി പോകാൻ പാടുള്ളൂ, പക്ഷെ വരയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ടാൻജൻറ്റ് വരച്ചാൽ കിട്ടും. അപ്പോൾ ഓരോ പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കർവ് ആണെങ്കിൽ ടാൻജൻറ്റ് വരച്ചാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കും അവിടെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി, ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. അത്രേ ഉള്ളൂ. ടാൻജൻറ്റ് വരച്ചാൽ ഓരോ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കിയേ, ടാൻജൻറ്റ് ടു എ ലൈൻ അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അവിടെ ടാൻജൻറ്റ് വരച്ചാൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടാനുള്ള പ്രോപ്പർട്ടിയാണത്. നാലാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ് ആസ് ലൈൻ ക്യാൻ നെവർ സ്റ്റാർട്ട് ആൻഡ് എൻഡ് അറ്റ് ദി സെയിം ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴെങ്കിലും ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കുമോ? ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കുമോ മക്കളെ? ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കും നിങ്ങൾക്ക് തോന്നുന്നതാണ്. എന്താ ക്ലോസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, തിരിച്ച് അവിടെ തന്നെ എത്തുന്നു. ഇത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. നിങ്ങൾ എങ്ങനെ ആലോചിച്ചാലും പോസിബിൾ അല്ല. കാരണം ആലോചിച്ചാൽ നിങ്ങൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് പോകുള്ളൂ. ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോസിറ്റീവ് ചാർജിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എപ്പോഴും ഫീൽഡ് ലൈൻസ് അതിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. ഒരിക്കലും അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെ അതിനൊന്നും തിരിച്ച് പോവില്ല. പിന്നെ ഇങ്ങനെ ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് പറയാം സാർ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിലോ? മക്കളെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോസ്കോപ്പിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവും. എത്ര ചെറുതാണെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ വരാം. പക്ഷേ ക്ലോസ്ഡ് ലൂപ്പ് ആക്കാൻ പറ്റുമോ? ഇല്ലേ. ഇവിടെ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവില്ലേ? സാറേ ഗ്യാപ്പ് വളരെ ചെറുതാണെങ്കിലോ? വളരെ ചെറുതാണ്, വളരെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? ക്ലോസ്ഡ് ലൂപ്പ് ആക്കാൻ പറ്റുമോ? ഇതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരിക്കലും ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് തിരിച്ച് പോസിറ്റീവ് ചാർജിലേക്ക് തന്നെ വരണം. പക്ഷേ പോസിറ്റീവ് ചാർജിന് ഉള്ളിലേക്ക് ഫീൽഡ് ലൈൻസ് കയറില്ല. അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് വീണ്ടും നെഗറ്റീവ് ചാർജിൻ്റെ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരണം. പക്ഷേ നെഗറ്റീവ് ചാർജിന് ഒരിക്കലും പുറത്തേക്ക് ഫീൽഡ് ലൈൻസ് പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യില്ല. അതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇതെന്തിനാ സാർ ഇത് പഠിക്കാൻ മാത്രം എന്താ ഉള്ളത്? കാരണം നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ചാപ്റ്ററുകളായിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പഠിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിന് ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ബാർ മാഗ്നറ്റ് ഒക്കെ പഠിച്ചപ്പം ഇത് നോർത്ത് സൗത്ത് ഇവിടുന്ന് പുറത്തേക്ക് ഇങ്ങനെ ഫീൽഡ് ലൈൻസ് പോകും. ചിലതിങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തിരിച്ചിങ്ങനെ വരും. ബാർ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ സൗത്ത് നിന്ന് നോർത്തേക്ക് പുറത്ത് നോർത്ത് നിന്ന് സൗത്തിലേക്ക് ക്ലോസ് ലൂപ്പ് കിട്ടിയില്ലേ? പക്ഷേ ഇതെന്ത് ഫീൽഡ് ലൈനാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ്. അതും ഫിസിക്കൽ റിയാലിറ്റിയാണ്. ബാർ മാഗ്നറ്റ് ചുറ്റും ആക്ച്വലി ഫീൽഡ് ലൈൻസ് ഉണ്ട്. കാണാൻ പറ്റില്ല, ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഫീൽഡ് ലൈൻസ് അല്ല, ഫീൽഡ് ഉണ്ട്. ലൈൻസ് റെപ്രസെൻറ്റേഷനാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിന് ആക്ച്വലി ക്ലോസ് ലൂപ്പ് ഒക്കെ ഉണ്ടാകാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡിനെ പറ്റില്ല. ഓർത്ത് വെക്കണം. നെക്സ്റ്റ്, ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി ടേക്കൺ ടു ബി കണ്ടിന്യൂസ് കർവ്സ് വിത്തൗട്ട് എനി ബ്രേക്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? വേറെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? എപ്പോഴും കണ്ടിന്യൂസ് കർവ്സ് ആയിരിക്കും. ഒരിക്കലും എന്താണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പിന്നെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ, കണ്ടിന്യൂസ്. അതെപ്പം ചാർജ് ഇല്ലാത്തപ്പോൾ എഴുതി വെക്കുക. പക്ഷെ ചാർജ് ഉണ്ടെങ്കിൽ ബ്രേക്ക് വരാം. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണ് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ? നോട്ട് ഡിഫൈൻഡ്. കാരണം അവിടെ പോസിറ്റീവ് ചാർജ് ഇല്ലേ? പോസിറ്റീവ് ചാർജ് ഉള്ള പോയിന്റിൽ ആക്ച്വലി എന്താണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈന് ബ്രേക്ക് വരുന്നുണ്ട്, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ചാർജ് ഇല്ലാത്തപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും, ചാർജ് ഉള്ളപ്പോൾ വേണമെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആവാം. മനസ്സിലാവുന്നില്ലേ? ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കിക്കേ. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുന്നു. പക്ഷേ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. അവിടെ കട്ടായി പോകുന്നുണ്ട് ആ പോയിന്റ്, ആ നെഗറ്റീവ് ചാർജ് ഉള്ള സ്ഥലത്ത്. അപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് ആണെങ്കിൽ പോലും കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തൊക്കെ. ചാർജ് ഫ്രീ റീജിയനിലാണെങ്കിൽ, ചാർജ് ഇല്ലാത്ത റീജിയനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ്, ഡിസ്കണ്ടിന്യൂസ് ആവാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസർ വേർ ഇലക്ട്രിക് ഫീൽഡ് ഇസ് സ്ട്രോങ്ങർ ആൻഡ് ഫാർദർ വേർ ഇലക്ട്രിക് ഫീൽഡ് ഇസ് വീക്കർ. ഓക്കെ, എന്താ സംഭവം? ഇത്രയേ ഉള്ളൂ മക്കളെ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഞാൻ ഇങ്ങനെ വരച്ചു. പറ, ഈ പോയിന്റ് എ എന്ന് വിളിച്ചു, അതിനെ ഞാൻ ബി എന്ന് വിളിച്ചു. എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ്? ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് കൂടുതലുള്ളത്? ഇവിടെ ആയിരിക്കും കൂടുതലുണ്ടാവും. ഇവിടെ കൂടുതലും ഇവിടെ കുറവായിരിക്കും. അതെന്താ സംഭവം? ഇത്രയേ ഉള്ളൂ. എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്ത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ്ങർ ആയിരിക്കും. എവിടെയാണോ വിട്ട് ഇലക്ട്രിക് ഫീൽഡ് വീക്കർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അടുത്തടുത്താണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും, വിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വീക്കർ ആയിരിക്കും. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. പോസിറ്റീവ് ചാർജിനെ വരച്ചപ്പോൾ തന്നെ അതൊന്ന് വേണമെന്ന് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഭാഗത്ത് ഞാൻ നോക്കുകയാണ്, ഈ ഒരു സർക്കിൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡൊക്കെ എല്ലാം അടുത്തടുത്തല്ലേ, ഫീൽഡ് ലൈൻസ് അടുത്തടുത്തല്ലേ. സോ ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ്ങർ ആണെന്നാണ് പറയുന്നത്. എന്നാൽ ദൂരെ ഞാൻ അതേപോലെ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ ദൂരേക്ക് പോകുന്നതോടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിട്ട് വരുന്നത്. വിട്ട് വരുന്നു.
അത്ര തന്നെ എണ്ണം ഉണ്ടാവും, പക്ഷെ വിട്ടിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഗ്യാപ്പ് നോക്കിക്കേ, ഇവിടെ എത്ര ഗ്യാപ്പുള്ളൂ, ഓരോ ആൾക്കാർ നമ്മൾ കുഞ്ഞു ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണ്, സ്ട്രോങ്ങർ ആണ്. ഇവിടെ ഗ്യാപ്പ് കൂടി, അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വീക്കാണ്. ശരിയാണോ? ശരിയാണ്. നമ്മൾ പഠിച്ചില്ലേ ഒരു പോയിന്റ് ചാർജ് കാരണം ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്? KQ/R² ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും നോക്കിക്കേ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞാണ് വരിക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരിക. അത് ഫീൽഡ് ലൈൻസ് വരച്ചപ്പോഴും നമുക്ക് അതൊന്ന് ഗ്രാഫിക്കലി മനസ്സിലായി. കാരണം ഗ്രാഫിക്കലി ഇങ്ങനെ മനസ്സിലാവുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ്, അപ്പോൾ അടുത്ത് സ്ട്രോങ്ങർ ആണെന്നും, ദൂരെ പോകുമ്പോൾ ഗ്യാപ്പ് കൂടി വരികയാണ്, ദേ ആർ ഫാർദർ അപ്പാർട്ട്, സോ ഇലക്ട്രിക് ഫീൽഡ് വീക്കർ ആണെന്നും, ഇനിയും പോകുന്തോറും ഇത് വീണ്ടും വീക്കറായി വരും എന്നുള്ള കാര്യം ഗ്രാഫിക്കലി നമുക്ക് കാണിക്കാം. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്താണെങ്കിൽ സ്ട്രോങ്ങറും ദൂരെയാണെങ്കിൽ വീക്കറും, ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് എക്സാമിൽ ചോദിക്കും കേട്ടോ, അതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ലാസ്റ്റ് പ്രോപ്പർട്ടി, ഇൻ എൻ യൂണിഫോം ഫീൽഡ് ദ ഫീൽഡ് ലൈൻസ് ആർ സ്ട്രേറ്റ്, പാരലൽ ആൻഡ് യൂണിഫോംലി സ്പേസ്. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവിടെ എത്രത്തോളം വിട്ടിട്ടാണോ അത്രത്തോളം വിട്ടിട്ടാണ് ഗ്യാപ്പ് ഉണ്ട് ഇവിടെയും, അത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഗ്യാപ്പ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താവുമ്പോൾ സ്ട്രോങ്ങർ ആണെന്നും ദൂരെ ആകുമ്പോൾ വീക്കർ ആണെന്ന് പറയും. പക്ഷേ ഇവിടെ ഗ്യാപ്പുകൾ സെയിം ആണ് ഓരോ സ്ഥലത്തും. അതായത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. ദിസ് ഈസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണിക്കുക? ഒന്നുമില്ല, പാരലായിട്ടുള്ള ലൈൻസ് എടുക്കണം. പാരലായിട്ട് ആയത് മാത്രം പോരാ, ഈ ഗ്യാപ്പുകൾ സെയിം ആയിരിക്കണം. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കണം, ഇതും എക്സ് ആയിരിക്കണം. ഈക്വൽ സ്പേസ് ഉള്ള പാരലൽ ലൈൻസ് വരച്ചാൽ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ദിസ് ഈസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം എന്ന് പറയാം. അതായത് കോൺസ്റ്റൻ്റ് ആണ്, 3 ന്യൂട്ടൺ പെർ കൂളും, അത് 10 ന്യൂട്ടൺ പെർ കൂളും. ഫിക്സ്ഡ് വാല്യൂ ആണ് ഇവിടെ എല്ലായിടത്തും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, 7 പ്രോപ്പർട്ടീസ്. ഇൻ യൂണിഫോം ഫീൽഡ് ദ ഫീൽഡ് ലൈൻസ് ആർ സ്ട്രേറ്റ്, പാരലൽ ലൈൻസ് ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ്. സെറ്റാണല്ലോ? ഇനി പരീക്ഷയിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിലെല്ലാം ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതി വെക്കുക, ഇത് എഴുതി വെക്കുക, ഇത് അവിടെ നിൽക്കട്ടെ, ഇത് എഴുതി വെക്കുക, ഇത് എഴുതി വെക്കുക, ഇതും എഴുതി വെക്കുക. ഓക്കെ, ഇനി ഇതല്ലാത്തത് എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് എഴുതി വെക്കേണ്ടത്. എത്ര എണ്ണമായി മക്കളെ? ഒരു 5 എണ്ണം ആയിട്ടുണ്ടാവില്ല, 5 എണ്ണം, 4 എണ്ണമൊക്കെ എഴുതാനേ പറയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇതുപോലെ കംപ്ലീറ്റ് കണ്ടത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആപ്പിൽ പഠിച്ച് വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ്, കംപ്ലീറ്റ് ടോപ്പിക്സ്, എക്സ്ട്രാ ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓൾറെഡി നമ്മൾ ലേറ്റസ്റ്റ് ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിലായി പോകരുത്, കാരണം കുറേ സമയമൊന്നുമില്ല +2 പഠിക്കാൻ വേണ്ടി. +1 പോലെ സമയമില്ല, കാരണം പ്രാക്ടിക്കലി വരുന്നുണ്ട്, പല കാര്യങ്ങൾ +2 വരുന്നുണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നിങ്ങളുടെ സിലബസ് നിങ്ങൾ മാക്സിമം തീർക്കാൻ വേണ്ടി നോക്കുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് മക്കളെ. ബൈ ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.